ഓം ശാന്തി. 13/2/2014. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, അന്തർമുഖിയായി തന്റെ നന്മയെക്കുറിച്ച് ചിന്തിക്കൂ. ചുറ്റിക്കറങ്ങാൻ പോകുമ്പോൾ ഏകാന്തമായി വിചാരസാഗര മഥനം ചെയ്യൂ. സ്വയത്തോട് ചോദിക്കൂ, നമ്മൾ സദാ സന്തുഷ്ടരാണോ? ചോദ്യം: ദയാമനസ്കനായ ബാബയുടെ കുട്ടികൾക്ക് സ്വയത്തിന്റെ മേൽ എങ്ങനെയുള്ള ദയയാണ് കാണിക്കേണ്ടത്? ഉത്തരം: എങ്ങനെയാണോ ബാബയ്ക്ക് ദയയുണ്ടാകുന്നത്, എന്റെ കുട്ടികൾ മുള്ളിൽ നിന്നും പുഷ്പമായി തീരണം. ബാബ കുട്ടികൾക്ക് പുഷ്പത്തിന് സമാനമാക്കി മാറ്റുന്നതിനായി എത്രയാണ് ബാബ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് തന്റെ മേൽ ദയ തോന്നണം. നമ്മൾ ബാബയെ വിളിച്ചിരുന്നു, അല്ലയോ പതീത പാവന, പുഷ്പമാക്കി മാറ്റൂ. ഇപ്പോൾ ബാബ വന്നിരിക്കുകയാണ്, എങ്കിൽ എന്തുകൊണ്ട് പുഷ്പത്തിന് സമാനമായി മാറിക്കൂടാ? ദയ തോന്നുന്നു എങ്കിൽ ദേഹി അഭിമാനിയായിരിക്കും. ബാബ എന്തു കേൾപ്പിക്കുന്നുവോ അത് ധാരണ ചെയ്യും. ഓം ശാന്തി. ഇത് കുട്ടികൾക്ക് മനസ്സിലാക്കുന്നു. ബാബ അച്ഛനാണ്, ടീച്ചറാണ്, സദ്ഗുരുവാണ്. അപ്പോൾ ബാബ കുട്ടികളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ ഈ ലക്ഷ്മി നാരായണന്റെ ചിത്രത്തെയും ഏണിപ്പടിയുടെ ചിത്രത്തെയും കാണുന്നുണ്ടോ? എപ്പോഴാണോ ഈ രണ്ടു ചിത്രത്തെയും കാണുന്നത്, അപ്പോൾ ലക്ഷ്യവും മുഴുവനും ചക്രവും ബുദ്ധിയിലേക്ക് വരുന്നു. നമ്മൾ ദേവതയായി മുഴുവൻ ഏണിപ്പടിയും താഴേക്ക് ഇറങ്ങി വന്നു. ഈ ജ്ഞാനം നിങ്ങൾ കുട്ടികൾക്ക് മാത്രമാണ് ലഭിക്കുന്നത്. നിങ്ങൾ വിദ്യാർത്ഥികളാണ്, ലക്ഷ്യം തൊട്ടു മുന്നിലാണ്. ആര് വന്നാലും അവർക്ക് മനസ്സിലാക്കി കൊടുക്കൂ, ഇതാണ് ലക്ഷ്യം. ഈ പഠിപ്പിലൂടെയാണ് ദേവതകളായി തീരുന്നത്. പിന്നീട് 84 ജന്മത്തിന്റെ ഏണിപ്പടി താഴത്തേക്ക് ഇറങ്ങുന്നു. വീണ്ടും ഇതുതന്നെ ആവർത്തിക്കും. വളരെയധികം സഹജമായ ജ്ഞാനമാണ്. എന്നിട്ടും പഠിച്ച് പഠിച്ച് എന്തുകൊണ്ടാണ് തോറ്റുപോകുന്നത്? ആ ഭൗതികമായ പഠിപ്പിനേക്കാളും ഈ ആത്മീയ പഠിപ്പ് വളരെ സഹജമാണ്. ലക്ഷ്യവും 84 ജന്മത്തിന്റെ ചക്രവും തൊട്ടു മുന്നിലാണ്. ഈ രണ്ടു ചിത്രങ്ങളും സ്വീകരണ മുറിയിലുണ്ടായിരിക്കണം. സേവനം ചെയ്യുന്നതിനായി സേവനത്തിനുള്ള ആയുധവും ആവശ്യമാണ്. മുഴുവൻ ജ്ഞാനവും ഇതിൽ തന്നെയാണ്. ഈ പുരുഷാർത്ഥം നമ്മൾ എപ്പോഴാണ് ചെയ്യുന്നത്? സതോപ്രധാനമായി തീരുന്നതിനായി വളരെയധികം പ്രയത്നിക്കണം. ഇതിൽ അന്തർമുഖിയായി വിചാരസാഗര മഥനം ചെയ്യണം. ചുറ്റിക്കറങ്ങാനായി പോകുമ്പോഴൊക്കെ ബുദ്ധിയിൽ ഇതായിരിക്കണം. ഇത് ബാബയ്ക്ക് അറിയാം, എല്ലാവരും നമ്പർ വൈസാണ്. ചിലർ നല്ല രീതിയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ തന്റെ നന്മയ്ക്കായി പുരുഷാർത്ഥം തീർച്ചയായും ചെയ്യുക തന്നെ ചെയ്യും. ഓരോ വിദ്യാർത്ഥികളും മനസ്സിലാക്കുന്നു, ഇവർ നന്നായി പഠിക്കുന്നുണ്ടെന്ന്. സ്വയം പഠിക്കുന്നില്ലെങ്കിൽ തനിക്ക് നഷ്ടം വരുത്തിവെക്കുകയാണ്. സ്വയത്തെ യോഗ്യതയുള്ളവരാക്കി മാറ്റണം. നിങ്ങളും പരിധിയില്ലാത്ത അച്ഛന്റെ വിദ്യാർത്ഥികളാണ്. ഈ ബ്രഹ്മാവും പഠിക്കുന്നുണ്ട്. ഈ ലക്ഷ്മി നാരായണനാണ് പദവി. 84 ജന്മങ്ങളുടെ ചക്രത്തിന്റെയാണ് ഈ ഏണിപ്പടി. ഇത് ആദ്യത്തെ നമ്പറിലെ ജന്മമാണ്. ഇത് അവസാനത്തെ നമ്പറിലെ ജന്മമാണ്. നിങ്ങൾ തന്നെയാണ് ദേവതകളായി മാറുന്നത്. ഉള്ളിൽ വന്ന ഉടൻ തന്നെ മുന്നിലുള്ള ലക്ഷ്യത്തെക്കുറിച്ചും ഏണിപ്പടിയെക്കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കൂ. ദിവസേന വന്ന് ഇതിനു മുമ്പിൽ ഇരിക്കുകയാണെങ്കിൽ സ്മൃതിയുണ്ടായിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, പരിധിയില്ലാത്ത അച്ഛനാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതെന്ന്. മുഴുവൻ ചക്രത്തിന്റെ ജ്ഞാനം നിങ്ങളുടെ ബുദ്ധിയിൽ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എത്ര സന്തോഷത്തോടെ ഇരിക്കണം. സ്വയത്തോട് ചോദിക്കണം, എന്തുകൊണ്ട് നമുക്ക് ആ അവസ്ഥയുണ്ടാകുന്നില്ല? എന്ത് കാരണം കൊണ്ടാണ് സന്തോഷത്തോടെ ഇരിക്കുന്നതിൽ വിഘ്നം സംഭവിക്കുന്നത്? ആരാണോ ചിത്രങ്ങൾ ഉണ്ടാക്കുന്നത് അവരുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കും, ഇത് നമ്മുടെ ഭാവിയിലെ പദവിയാണെന്ന്. ഇത് നമ്മുടെ ലക്ഷ്യമാണ്. ഇത് 84 ജന്മങ്ങളുടെ ചക്രമാണ്. സഹജ രാജയോഗം എന്ന മഹിമയുമുണ്ട്. ഇതാണ് ബാബ ദിവസേന മനസ്സിലാക്കി തരുന്നത്. നിങ്ങൾ പരിധിയില്ലാത്ത അച്ഛന്റെ കുട്ടികളാണെങ്കിൽ സ്വർഗത്തിലെ സമ്പത്ത് തീർച്ചയായും നേടണം. മുഴുവൻ ചക്രത്തിന്റെയും രഹസ്യത്തെയും മനസ്സിലാക്കിയെങ്കിൽ തീർച്ചയായും ബാബയെ ഓർമ്മിക്കുക തന്നെ വേണം. പിന്നീട് സംസാരിക്കുമ്പോഴുണ്ടാകുന്ന പെരുമാറ്റം വളരെ നല്ലതായിരിക്കണം. പെരുമാറ്റം വളരെ റോയലായിരിക്കണം. നടക്കുമ്പോഴും കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും ബുദ്ധിയിൽ ഇത് മാത്രം ഉണ്ടായിരിക്കണം. ഞാൻ ബാബയുടെ അടുത്തേക്ക് പഠിക്കുന്നതിന് വേണ്ടി വന്നിരിക്കുകയാണ്. ഈ ജ്ഞാനം തന്നെയാണ് നിങ്ങൾക്ക് കൂടെ കൊണ്ടുപോകേണ്ടത്. പഠിപ്പ് സഹജമാണ്. പക്ഷേ പൂർണ്ണമായി പഠിച്ചില്ലെങ്കിൽ ടീച്ചർക്ക് തീർച്ചയായും ഈ ഒരു ചിന്തയുണ്ടാവും,
ക്ലാസ്സിൽ ഏതെങ്കിലും കുട്ടികൾ സമർത്ഥരല്ലാതെയുണ്ടെങ്കിൽ ഞങ്ങളുടെ പേര് മോശമാകുമോ? അതിന്റെ ബഹുമാനവും ലഭിക്കുകയില്ല. ഗവൺമെന്റ് ഒന്നും തന്നെ നൽകുകയുമില്ല. അതേപോലെ ഇതും ഒരു സ്കൂളല്ലേ? ഇവിടെ സമ്മാനത്തിന്റെ കാര്യമില്ല, എന്നാലും പുരുഷാർത്ഥം ചെയ്യിപ്പിക്കണമല്ലോ. പെരുമാറ്റത്തെ ഉദ്ധരിക്കൂ, ദൈവിക ഗുണത്തെ ധാരണ ചെയ്യൂ. സംസ്കാരം വളരെ നല്ലതായിരിക്കണം. ബാബ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ബാബയുടെ ശ്രീമത്ത് അനുസരിച്ച് മുന്നോട്ടു പോകാനേ കുട്ടികൾക്ക് സാധിക്കുന്നില്ല. ശ്രീമത്ത് ഇങ്ങോട്ട് പോകൂ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ആ വഴിക്ക് പോകുന്നേയില്ല. ഇങ്ങനെ പറയും, ബാബ ഇവിടെ ചൂടാണ്, ഇവിടെ തണുപ്പാണ്. ബാബയെ തിരിച്ചറിയുന്നില്ല. ആരാണ് നമ്മളോട് പറയുന്നതെന്ന് മനസ്സിലാക്കുന്നുമില്ല. ബുദ്ധിയിൽ ഈ സാധാരണ രഥമാണ് വരുന്നത്. ബ്രഹ്മബാബയെയാണ് കാണുന്നത്. ശിവബാബ ബുദ്ധിയിലേക്ക് വരുന്നേയില്ല. വലിയ വലിയ രാജാക്കന്മാരെ എല്ലാവരും എത്രത്തോളം പേടിക്കുന്നു. ഉയർന്ന അധികാരമാണുള്ളത്. ഇവിടെ ബാബ പറയുന്നു, ഞാൻ ഏഴകളുടെ നാഥനാണ്. ഞാൻ രചയിതാവിനെയും രചനയുടെയും ആദി മധ്യ അന്ത്യത്തെക്കുറിച്ചും ആർക്കും തന്നെ അറിയുകയില്ല. എത്ര നിറച്ചു മനുഷ്യരാണ് ഈ ലോകത്തുള്ളത്. എങ്ങനെയെല്ലാമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്തെല്ലാമാണ് മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ ആരാണ് എന്നതുപോലും മനസ്സിലാക്കുന്നേയില്ല. ഇതൊരു അത്ഭുതമല്ലേ? ബാബ പറയുന്നു, ഞാൻ സാധാരണ ശരീരത്തിൽ പ്രവേശിച്ച് സ്വയത്തിന്റെയും രചനയുടെയും ആദി മധ്യ അന്ത്യത്തിന്റെ പരിചയം നൽകുന്നു. 84 ജന്മത്തിന്റെ ഈ ഏണിപ്പടി എത്ര വ്യക്തമാണ്. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ ഇതുപോലെയാക്കി മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പവിഴബുദ്ധികളായിരുന്നു. പിന്നീട് നിങ്ങളെ ആരാണ് കല്ലുബുദ്ധികളാക്കി മാറ്റിയത്? അരകൽപ്പമായി രാവണ രാജ്യത്തിൽ നിങ്ങൾ താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ തമോപ്രധാനത്തിൽ നിന്നും സതോപ്രധാനമായി തീർച്ചയായും മാറണം. വിവേകം പറയുന്നുണ്ട്, ബാബയാണ് സത്യം. അവർ തീർച്ചയായും സത്യം മാത്രമേ പറയൂ. ഈ ബ്രഹ്മാവും പഠിക്കുന്നുണ്ട്, നിങ്ങളും പഠിക്കുന്നുണ്ട്. ഇവർ പറയുന്നു, ഞാനും വിദ്യാർത്ഥിയാണ്. പഠിത്തത്തിൽ ശ്രദ്ധ നൽകുന്നു. കൃത്യമായ കർമാതീത അവസ്ഥയൊന്നും ഇപ്പോഴായിട്ടില്ല. ഇത്രയ്ക്കും ഉയർന്ന പദവി നേടുന്നതിനായി പഠിത്തത്തിൽ ശ്രദ്ധ നൽകാത്തവരായി ആരുണ്ടാകും? എല്ലാവരും പറയും, ഇങ്ങനെയുള്ള പദവി തീർച്ചയായും നേടണമെന്ന്. ബാബയുടെ കുട്ടികളാണ് നമ്മളെങ്കിൽ തീർച്ചയായും അധികാരികളായിരിക്കണം. ബാബ പഠിത്തത്തിൽ കയറ്റവും ഇറക്കവും ഉണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെ സാരമാണ് ലഭിച്ചിരിക്കുന്നത്. ആദ്യമെല്ലാം പഴയ ജ്ഞാനം തന്നെയായിരുന്നു. പതുക്കെ പതുക്കെ നിങ്ങൾ മനസ്സിലാക്കി വന്നു. ഇപ്പോൾ മനസ്സിലാക്കുന്നു, സത്യമായ ജ്ഞാനമാണ് നമുക്ക് ലഭിക്കുന്നതെന്ന്. ബാബയും പറയുന്നു, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഗുഹ്യമായ കാര്യങ്ങളാണ് കേൾപ്പിക്കുന്നത്. പെട്ടെന്ന് തന്നെ ആർക്കും ജീവൻ മുക്തി നേടാൻ സാധിക്കില്ല. മുഴുവൻ ജ്ഞാനത്തെയും എടുക്കാനും സാധിക്കില്ല. ആദ്യം ഈ ഏണിപ്പടിയുടെ ചിത്രമുണ്ടായിരുന്നില്ല. ഇപ്പോൾ മനസ്സിലാക്കുന്നു നമ്മൾ എങ്ങനെയെല്ലാം ചക്രം കറങ്ങിയെന്ന്. നമ്മൾ തന്നെയാണ് സുദർശന ചക്രധാരി. ബാബ നമ്മൾ ആത്മാക്കൾക്ക് മുഴുവൻ ചക്രത്തിന്റെയും രഹസ്യത്തെക്കുറിച്ച് മനസ്സിലാക്കി തന്നു. ബാബ പറയുന്നു, നിങ്ങളുടെ ധർമ്മം വളരെയധികം സുഖം പ്രദാനം ചെയ്യുന്നതാണ്. ബാബ തന്നെയാണ് വന്ന് നിങ്ങളെ സ്വർഗത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നത്. എപ്പോഴാണോ മരണം തൊട്ടു മുന്നിൽ വന്നു നിൽക്കുന്നത്, അപ്പോഴാണ് മറ്റുള്ളവരുടെയും സുഖത്തിന്റെ സമയം വരുന്നത്. ഈ വിമാനവും വൈദ്യുതിയും ഒന്നും തന്നെ ആദ്യമുണ്ടായിരുന്നില്ല. അവർക്കിവിടം സ്വർഗം പോലെയാണ്. എത്ര വലിയ വലിയ കൊട്ടാരമാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾക്ക് വളരെ വലിയ സുഖമാണെന്ന് മനസ്സിലാക്കുന്നു. ലണ്ടനിലേക്കെല്ലാം എത്ര പെട്ടെന്നാണ് എത്തിച്ചേരുന്നത്. ഇതുതന്നെയാണ് സ്വർഗമെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ അവർക്ക് ആരെങ്കിലും മനസ്സിലാക്കി കൊടുക്കണം, സ്വർഗം സത്യകമാണെന്നും കലിയുഗത്തെ ഒരിക്കലും സ്വർഗമെന്ന് പറയില്ല എന്നതും. നരകത്തിൽ ആരെങ്കിലും ശരീരം ഉപേക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും പുനർജന്മവും നരകത്തിൽ തന്നെയായിരിക്കും എടുക്കുക. ആദ്യം നിങ്ങളും ഈ കാര്യം മനസ്സിലാക്കിയിരുന്നില്ല. ഇപ്പോൾ മനസ്സിലാക്കുന്നു, രാവണരാജ്യം വരുമ്പോൾ നമ്മൾ താഴേക്ക് അധപ്പതിക്കാൻ ആരംഭിക്കുന്നു. എല്ലാ ദുർവികാരങ്ങളും വരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മുഴുവൻ ജ്ഞാനവും ലഭിച്ചു. എങ്കിൽ പെരുമാറ്റം വളരെ രാജകീയമായിരിക്കണം. ഇപ്പോൾ നിങ്ങൾ സത്യുഗത്തിലുള്ളതിനേക്കാളും വിലപ്പെട്ടവരാണ്. ജ്ഞാനസാഗരനായ ബാബ മുഴുവൻ ജ്ഞാനവും ഇപ്പോഴാണ് നൽകുന്നത്. മറ്റൊരു മനുഷ്യരും ജ്ഞാനത്തെക്കുറിച്ചും ഭക്തിയെക്കുറിച്ചും മനസ്സിലാക്കുകയില്ല. അതിനെ പരസ്പരം കലർത്തി ശാസ്ത്രങ്ങൾ പഠിക്കുന്നതാണ് ജ്ഞാനമെന്നും
പൂജകൾ ചെയ്യുന്നതാണ് ഭക്തിയുമെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ബാബ പുഷ്പത്തിന് സമാനമാക്കി മാറ്റാൻ എത്രയാണ് പ്രയത്നിക്കുന്നത്. കുട്ടികൾക്ക് ദയ തോന്നണം. നമ്മൾ ബാബയെ വിളിച്ചിരുന്നു, പതീതരെ വന്ന് പാവനമാക്കൂ, പുഷ്പത്തിന് സമാനമാക്കൂ. ഇപ്പോൾ ബാബ വന്നിരിക്കുകയാണ്. അപ്പോൾ സ്വയത്തിനുമേൽ ദയ കാണിക്കണം. എന്താ നമുക്കിങ്ങനെയുള്ള പുഷ്പമായി തീരാൻ സാധിക്കില്ലേ? ഇപ്പോൾ വരേക്കും നമുക്ക് എന്തുകൊണ്ട് ബാബയുടെ ഹൃദയ സിംഹാസനത്തിൽ സ്ഥാനം ലഭിക്കുന്നില്ല? കാരണം ശ്രദ്ധ നൽകുന്നില്ല. ബാബ എത്ര ദയാമനസ്കനാണ്. ബാബയെ വിളിക്കുന്നത് തന്നെ പതീത ലോകത്തിലേക്ക് വന്ന് പാവനമാക്കൂ എന്നും പറഞ്ഞാണ്. അപ്പോൾ എങ്ങനെയാണോ ബാബയ്ക്ക് ദയ തോന്നുന്നത്, അതുപോലെ കുട്ടികൾക്കും ദയ തോന്നണം. ഇല്ലെങ്കിൽ സദ്ഗുരുവിന്റെ നിന്ദകന് ഒരിക്കലും ഗതി പിടിക്കുകയില്ല. ആരുടെയും സ്വപ്നത്തിൽ പോലും ഉണ്ടാകുകയില്ല സദ്ഗുരു ആരാണെന്ന്. മനുഷ്യർ ഗുരുക്കന്മാരെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. ഒരിക്കലും ശപിക്കരുത്, അകൃപ കാണിക്കരുത്. കുട്ടികൾ ജനിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുന്നു ഗുരുവിന്റെ കൃപ കാരണമാണെന്ന്. ഇത് അല്പകാലത്തെ സുഖത്തിന്റെ കാര്യങ്ങളാണ്. ബാബ പറയുന്നു, കുട്ടികളെ സ്വയത്തിനുമേൽ കൃപ കാണിക്കൂ. ദേഹി അഭിമാനിയാകുന്നു എങ്കിൽ ധാരണയും ഉണ്ടാകുന്നു. എല്ലാം ചെയ്യുന്നത് ആത്മാവ് തന്നെയാണ്. ഞാനും ആത്മാക്കളെയാണ് പഠിപ്പിക്കുന്നത്. സ്വയത്തെ ആത്മാവാണെന്ന് പക്ക ആയി മനസ്സിലാക്കൂ. ബാബയെ ഓർമ്മിക്കൂ. ബാബയെ ഓർമ്മിച്ചില്ല എങ്കിൽ എങ്ങനെ വികർമ്മം നശിക്കാനാണ്? ഭക്തി മാർഗത്തിൽ പോലും ഓർമ്മിച്ചിരുന്നു, അല്ലയോ ഭഗവാനെ ദയ കാണിക്കൂ എന്ന്. ബാബ മുക്തേശ്വരനുമാണ്, വഴികാട്ടിയുമാണ്. ഇതും ബാബയുടെ ഗുപ്തമായ മഹിമയാണ്. ബാബ വന്ന് എല്ലാം തന്നെ പറഞ്ഞു തരികയാണ്. ഭക്തി മാർഗത്തിൽ നിങ്ങൾ എന്നെ ഓർമ്മിച്ചിരുന്നു, പക്ഷെ ഞാൻ വരുന്നത് എന്റെ സമയത്തനുസരിച്ചാണ്. എപ്പോൾ വേണമോ അപ്പോൾ വരാൻ സാധിക്കില്ല. ഡ്രാമയിൽ എപ്പോഴാണോ വരുന്ന കാര്യം അടങ്ങിയിട്ടുള്ളത് അപ്പോൾ വരുന്നു. ബാക്കി ഇതിനെക്കുറിച്ചുള്ള ചിന്തയും ഉണ്ടാകുന്നില്ല. നിങ്ങളെ പഠിപ്പിക്കുന്ന ആൾ ബാബയാണ്. ബ്രഹ്മ ബാബയും ശിവബാബയിൽ നിന്നാണ് പഠിക്കുന്നത്. ബാബ ഒരിക്കലും തെറ്റ് ചെയ്യുന്നില്ല, ആരെയും ദുഃഖിപ്പിക്കില്ല. ബാക്കി എല്ലാവരും നമ്പർ വൈസായ ടീച്ചറാണ്. സത്യമായ ബാബ നിങ്ങൾക്ക് സത്യമായ പഠിപ്പ് പഠിപ്പിച്ചു തരികയാണ്. സത്യമായ അച്ഛന്റെ കുട്ടികളും സത്യമാണ്. പിന്നീട് അസത്യമായവരുടെ കുട്ടികളായി തീർന്നപ്പോൾ അരകൽപ്പത്തോളം അസത്യമായി മാറി. സത്യമായ അച്ഛനെ തന്നെ മറന്നുപോയി. ആദ്യം ഇത് മനസ്സിലാക്കി കൊടുക്കൂ. സത്യയുഗം പഴയ ലോകമാണോ അതോ പുതിയ ലോകമാണോ? അപ്പോൾ മനുഷ്യർ മനസ്സിലാക്കും ഇവർ നല്ല രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെന്ന്. ഈ സമയം എല്ലാവരിലും പഞ്ചവികാരങ്ങൾ പ്രവേശിച്ചിട്ടുണ്ട്. അവിടെ പഞ്ചവികാരങ്ങളും ഉണ്ടാവുകയില്ല. ഇതെല്ലാം തന്നെ മനസ്സിലാക്കാനുള്ള വളരെ സഹജമായ കാര്യങ്ങളാണ്. പക്ഷേ സ്വയം തന്നെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അവർ പ്രദർശനിയിൽ എന്ത് മനസ്സിലാക്കി കൊടുക്കാനാണ്? സേവനത്തിനു പകരം അവർ ഡിസർവീസ് ചെയ്തു വരുന്നു. പുറമെ പോയി സേവനം ചെയ്യുക എന്നുള്ളത് ചിറ്റമ്മയുടെ വീട്ടിലേക്ക് പോകുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. വളരെയധികം വിവേകം ആവശ്യമാണ്. ബാബയ്ക്ക് ഓരോരുത്തരുടെയും പെരുമാറ്റത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ബാബ നമ്മുടെ അച്ഛൻ തന്നെയാണ്. എന്നാലും ബാബയും പറയുന്നത് ഇതാണ്, ഡ്രാമയിൽ ഇങ്ങനെയാണ് അടങ്ങിയിട്ടുള്ളത്. ആരു തന്നെ വരികയാണെങ്കിലും ബ്രഹ്മകുമാരി വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കണം. പേരും ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം എന്നാണ്. ബ്രഹ്മകുമാരിമാരുടെ പേര് തന്നെയാണ് പ്രശസ്തമാകേണ്ടതും. ഈ സമയം എല്ലാവരും പഞ്ചവികാരങ്ങളിൽ അകപ്പെട്ടിരിക്കുകയാണ്. അവരുടെ അടുത്തേക്ക് പോയി മനസ്സിലാക്കി കൊടുക്കാൻ എത്ര ബുദ്ധിമുട്ടാണ്. ഒന്നും തന്നെ മനസ്സിലാക്കുന്നില്ല. കേവലം ഇത് പറയുന്നു, ജ്ഞാനം വളരെയധികം നല്ലതാണ്. സ്വയം മനസ്സിലാക്കുന്നേയില്ല. വിഘ്നത്തിന് പുറകെ വിഘ്നങ്ങളായി വന്നുകൊണ്ടേയിരിക്കുന്നു. പിന്നീട് യുക്തികളും രചിക്കേണ്ടതായി വരുന്നു. പോലീസിന്റെ സംരക്ഷണം വയ്ക്കൂ. ചിത്രത്തെ ഇൻഷൂർ ചെയ്യിപ്പിക്കൂ. ഇത് യജ്ഞമാണ്. ഇതിൽ തീർച്ചയായും വിഘ്നങ്ങൾ വരിക തന്നെ ചെയ്യും. മുഴുവൻ പഴയ ലോകവും ഇതിൽ സ്വാഹ ആയിത്തീരണം. ഇല്ലെങ്കിൽ യജ്ഞം എന്നുള്ള പേരെന്തിനാണ്? യജ്ഞത്തിൽ എല്ലാം തന്നെ സ്വാഹ ആയിത്തീരണം. ഇതിന്റെ പേര് രുദ്രജ്ഞാന യജ്ഞം എന്നാണ്. ജ്ഞാനത്തെ പഠിപ്പ് എന്ന് പറയുന്നു. ഇത് പാഠശാലയുമാണ്, യജ്ഞവുമാണ്. നിങ്ങൾ പാഠശാലയിൽ പഠിച്ച് ദേവതയായി തീരുന്നു. പിന്നീട് സർവ്വതും ഈ യജ്ഞത്തിൽ സ്വാഹ ആയിത്തീരുന്നു. ആരാണോ ദിവസേന അഭ്യസിക്കുന്നത് അവർക്കേ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കൂ. അഥവാ അഭ്യാസം ഇല്ല എങ്കിൽ അവർക്ക് എന്തു മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കാനാണ്? ലോകത്തിലുള്ള മനുഷ്യർക്ക് ഇപ്പോഴാണ് സ്വർഗം, അല്പകാലത്തേക്കുള്ളതാണ് സ്വർഗം.
നിങ്ങൾക്ക് സ്വർഗം അരക്കൽപ്പത്തേക്കാണ്. ഇതും ഡ്രാമയിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്. ചിന്തിക്കുകയാണെങ്കിൽ വളരെയധികം അത്ഭുതമാണ്. ഇപ്പോൾ രാവണരാജ്യം ഇല്ലാതായി രാമരാജ്യത്തിന്റെ സ്ഥാപന നിർവഹിക്കുന്നു. ഇതിൽ യുദ്ധത്തിന്റെ കാര്യമൊന്നുമില്ല. ഏണിപ്പടിയുടെ ചിത്രം കണ്ട് മനുഷ്യർ അത്ഭുതപ്പെടുന്നു. അപ്പോൾ ബാബ എന്തെല്ലാമാണ് മനസ്സിലാക്കി തന്നത്? ബ്രഹ്മാവും ശിവബാബയിൽ നിന്ന് പഠിച്ചിട്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. പെൺകുട്ടികളും മനസ്സിലാക്കി തരുന്നുണ്ട്. ആരാണോ വളരെയധികം പേരുടെ നന്മ ചെയ്യുന്നത് അവർക്ക് തീർച്ചയായും ധാരാളം ഫലം ലഭിക്കുന്നു. പഠിപ്പുള്ളവരുടെ മുമ്പിൽ പഠിപ്പില്ലാത്തവർ തലകുനിക്കുന്നു. ബാബ ദിവസേന മനസ്സിലാക്കി തരുന്നു, തന്റെ നന്മ ചെയ്യൂ. ഈ ചിത്രങ്ങളെ മുന്നിൽ വയ്ക്കുന്നതിലൂടെ തന്നെ ലഹരി വർദ്ധിക്കുന്നു. അതുകൊണ്ട് ബാബ തന്റെ മുറിയിൽ ഈ ചിത്രങ്ങളെ വെച്ചിരിക്കുന്നത്. ലക്ഷ്യം എത്ര സഹജമാണ്. ഇതിൽ സംസ്കാരം വളരെ നല്ലതായിരിക്കണം. ഹൃദയം ശുദ്ധമാണെങ്കിൽ പ്രഭു പ്രീതിപ്പെടുന്നു. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണ: സദാ സ്മൃതിയിൽ ഉണ്ടായിരിക്കണം, നമ്മൾ പരിധിയില്ലാത്ത അച്ഛന്റെ വിദ്യാർത്ഥികളാണെന്ന്. ഭഗവാനാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ പഠിച്ച് ബാബയുടെ പേരിനെ പ്രശസ്തമാക്കൂ. തന്റെ പെരുമാറ്റം വളരെയധികം രാജകീയമായിരിക്കണം. ബാബയ്ക്ക് സമാനം ദയാമനസ്കരായി തീർന്ന് മുള്ളിൽ നിന്നും പുഷ്പത്തിന് സമാനമായി തീരണം. മറ്റുള്ളവരെയും പുഷ്പത്തിന് സമാനമാക്കി മാറ്റണം. അന്തർമുഖിയായി തീർന്ന് സ്വയത്തിന്റെയും മറ്റുള്ളവരുടെയും നന്മയെക്കുറിച്ച് ചിന്തിക്കണം. വരദാനം: നല്ലതിൽ പ്രഭാവിതരാകുന്നതിനു പകരം അതിനെ സ്വയത്തിൽ ധാരണ ചെയ്യുന്ന പരമാത്മാ സ്നേഹിയായി ഭവിക്കട്ടെ. അഥവാ പരമാത്മാ സ്നേഹിയായി തീരണമെങ്കിൽ ദേഹബോധത്തിന്റെ തടസ്സങ്ങളെ പരിശോധിക്കൂ. പല കുട്ടികളും പറയാറുണ്ട്, ഇവർ വളരെയധികം നല്ലതാണ്, അതുകൊണ്ട് അവരോട് കുറച്ച് ദയ തോന്നുന്നു. ചിലർക്ക് ചിലരുടെ ശരീരത്തിനോട് മമത്വമുണ്ടാകുന്നു. ചിലർക്ക് ചിലരുടെ ഗുണം അഥവാ വിശേഷതകളോട്. പക്ഷെ ഈ വിശേഷത അഥവാ ഗുണങ്ങൾ നൽകുന്നതാരാണ്? ചിലർ നല്ലതാണെങ്കിൽ നല്ലതിനെ ധാരണ ചെയ്തോളൂ. പക്ഷേ നല്ലതിന്റെ പ്രഭാവത്തിലേക്ക് വരരുത്. വേറിട്ടതും ബാബയുടെ സ്നേഹിയുമായി തീരൂ. ഇങ്ങനെയുള്ള സ്നേഹികളായ കുട്ടികൾ, അതായത് പരമാത്മാ സ്നേഹികൾ, വളരെയധികം സുരക്ഷയോടെയിരിക്കുന്നു. സ്ലോഗൻ: ശാന്തിയുടെ ശക്തി പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെയാണെങ്കിൽ സേവനത്തിന്റെ ഗതി തീവ്രഗതിയിൽ മുന്നോട്ടു പോകും. ഓം ശാന്തി.